ഹലോ ഹായ് ഡിയേഴ്സ്. അപ്പോൾ നാളെ സ്കൂൾ തുറക്കയില്ലേ, എല്ലാവർക്കും തലേദിവസം ഇതേപോലത്തുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ 2 പേർക്കുള്ള ടെസ്റ്റ് നോട്ട്ബുക്കൊക്കെ പൊതിയിട്ടു. അപ്പം നാളെ രാവിലെ മുതൽ അംഗം തുടങ്ങുകയാണ്. അങ്ങനെ രാവിലെ മോനെ വിളിച്ചെണീപ്പിച്ച് അവന് 7:30 മണിക്ക് ട്യൂഷന് പോകണം. 8:30ക്കാണ് ട്യൂഷൻ സ്ഥലത്ത് നിന്ന് വാനുള്ളത്. അപ്പോൾ അവനെ വിളിച്ചിളക്കി കാപ്പിയൊക്കെ കൊടുത്തു. ഇനി അവന് ചോറ് കൊണ്ടുപോകണം. ഇന്ന് വൈകുന്നേരം വരെ അവന് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ആഹാരമൊക്കെ വാരി കൊടുത്ത് അവനെ റെഡിയാക്കി. 2 പേർക്കുള്ള ബോട്ടിലും വെള്ളമൊക്കെ നിറച്ചു. അപ്പോൾ ഇളയ ആളിനെ കൂടി ഇപ്പോൾ സ്കൂളിലാക്കുന്നുണ്ട്. ആൾ LKGയിലാണ്. അപ്പോൾ ആളിൻ്റെ ബോട്ടിലും വെള്ളം നിറച്ച് ആൾ ഇതുവരെ എണീറ്റിട്ടില്ല. ഇനി മോന് പോകാൻ ഒന്ന് റെഡിയാക്കണം. അങ്ങനെ എല്ലാവരും പുത്തുടുപ്പും പുത്തൻ ബാഗുകളൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകുന്നതല്ലേ. അപ്പം ഞാനും 2 പേർക്കും പുതിയതൊക്കെ എടുത്തു. അപ്പം ഇന്ന് മാത്രമാണ് മോന് കളർ ഡ്രസ്സ് ഇടാൻ പറ്റുന്നത്. ഇനി ഒരു ദിവസം കളർ ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല. അവിടെ എല്ലാ ദിവസവും യൂണിഫോമാണ്. വെനസ്ഡേ മാത്രം ഒരു സെപ്പറേറ്റ് യൂണിഫോം ഉണ്ട്. അല്ലാതെ പിന്നെ ബർത്ത്ഡേക്ക് കളർ ഡ്രസ്സ് ഇടാം. അങ്ങനെ അവൻ പോകാൻ ഇറങ്ങി. അപ്പോൾ ചേട്ടനാണ് അവന് ട്യൂഷൻ ഉണ്ടാക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് ഇളയ ആളിനെ വിളിച്ചുണർത്താൻ നോക്കാം. അപ്പോഴത്തേക്ക് ചേട്ടൻ വന്നു. അവൻ നല്ല ഉറക്കമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എത്ര നേരത്തെ എണീക്കും എൻ്റെ കൂടെ എപ്പോഴും എണീക്കുന്ന ആളാണ്. സ്കൂൾ തുറന്നിട്ടാണോ എന്തോ ആൾ നല്ല ഉറക്കമാണ് 2 ദിവസം കൊണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും ആളിനെ ഒന്ന് ഉണർത്തി എടുത്തിട്ടുണ്ട്. നല്ല ഉറക്കക്ഷീണമുണ്ട് ആളിന്. അങ്ങനെ ഉറക്കക്ഷീണം മാറാൻ വേണ്ടി കുറച്ച് നേരം ആളിനെ തോളിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അപ്പോൾ ആളിൻ്റെ പൂവൊക്കെ, അതായത് ഇന്നലെ തന്നെ ഞാൻ പൂവൊക്കെ വാങ്ങിച്ച് കെട്ടി വെച്ചിരുന്നു. അപ്പോൾ ആ പൂവൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നേരെ ആൾ പല്ല് തേക്കാൻ പോയി. ചേട്ടനാണ് പല്ല് തേപ്പിക്കുന്നത്. ആ സമയം കൊണ്ട് ഞാൻ അവൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളവും കാപ്പിയല്ല സ്നാക്സ് കൊണ്ടുപോയാൽ മതിയായിരുന്നു. അതൊക്കെ എടുത്തു വെച്ചു. കൊച്ചാണ് ഇന്നത്തെ താരം. കൊച്ചാണ് ഇന്നത്തെ താരം. ഇന്നത്തെ താരമാണേ. കൊച്ചു പല്ല് തേച്ചിട്ട് വരുന്ന സമയം കൊണ്ട് ഞാൻ ഇന്നലെ പകുതി ഉണങ്ങിയ തുണികളെല്ലാം വാരി ആശയിലിട്ടു. എന്നിട്ട് ഞാൻ നേരെ അവൾക്ക് കാപ്പി കുടിക്കാനാണ് പോയത്. അപ്പോൾ ആൾ കാപ്പി കുടിക്കാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതുകൊണ്ട് എനിക്കതിൻ്റെ നല്ല ടെൻഷനുണ്ട്. എന്താവുമെന്നൊന്നും അറിഞ്ഞുകൂടാ. കാപ്പിയൊക്കെ കൊടുത്തിട്ട് ആളിനെ നേരെ ഞാൻ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി. അതിനുശേഷം പിറവൊക്കെ കഴുകി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ആൾ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി കുറേ സാധനങ്ങളുണ്ട്. വള, മാല, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ടാണ് ആൾ പോകുന്നത്. അപ്പോൾ ആൾ ഓരോന്നായിട്ടൊക്കെ എടുത്ത് നോക്കുകയാണ്. കാരണം ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു ഇതൊന്നും. കാണിച്ചത് ഈ കൊലത്തിൽ കിട്ടൂലെന്ന് എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ സമയത്ത് മാത്രമേ കാണിച്ചു കൊടുത്തുള്ളൂ. അങ്ങനെ ആൾ പൂവൊക്കെ വെച്ച് പച്ച ഉടുപ്പൊക്കെ ഇട്ട് പച്ചമാലയൊക്കെ ഇട്ട് ആൾ റെഡിയായി. ഇനി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ സ്കൂളിലേക്കാണ് പോകുന്നത്. അപ്പം ചേച്ചിയുടെ മക്കളുടെ സ്കൂളിലാണ് ഞാൻ ഇവളെയും ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് നഴ്സറിയിലൊന്നും പോകാത്തതുകൊണ്ട് പോകണ്ട എന്നുള്ള ഒരു ഇതൊക്കെ അങ്ങനെ മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചേച്ചിയുടെ മക്കളുടെ സ്കൂളിൽ തന്നെ ആക്കിയത്. ആൾ സ്കൂളിൽ പോകില്ല, നഴ്സറി പോകില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ കൊച്ചേച്ചിയും കൊച്ചേട്ടനും ഉണ്ടെങ്കിൽ അവൾ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ എന്തായാലും അവർ സ്കൂളിൽ തന്നെ ആക്കി. അങ്ങനെ എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് പോകാൻ ഇറങ്ങി. അമ്മാമ്മയ്ക്കാണ് വിഷമം. അമ്മാമ്മയാണ് ആളിനെ എത്ര നാൾ നോക്കിയത്. അപ്പോൾ അമ്മാമ്മ വീട്ടിൽ ഒറ്റയ്ക്കായി പോയി എന്നുള്ള വിഷമം അമ്മാമ്മയ്ക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സ്കൂളിലേക്ക് പോവുകയാണ്. നമ്മുടെ വീടിനോട് ഒരു 4 കിലോമീറ്റർ അടുത്തുള്ളൊരു സ്കൂളാണ് BVLPS കിളിമാനൂർ. അങ്ങനെ സ്കൂളെത്തി. പുതിയതായിട്ട് വരുന്നവരെ വരവേൽക്കാനായിട്ട് ടീച്ചർമാരൊക്കെ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അക്ഷരങ്ങൾ എഴുതിയ തൊപ്പി, അതിലാൾക്ക് കിട്ടിയത് D ആണ്. മലയാള അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റാറിൻ്റെ സിൽവർ ഒരു സ്റ്റാറിൻ്റെ ഒരു ദണ്ട് പോലത്തെ ഒരു സാധനം കയ്യിൽ കൊടുത്തു. അപ്പോൾ ഇതിന് നേരെ ഹാളിലേക്ക്. എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അതിന് ശേഷമുള്ള ഭാര്യയുടെ പ്രശ്നം എന്തായാലും ശരി തന്നെ. ഇന്നത്തെ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട HMനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ K. സന്തോഷ് കുമാർ, നമ്മുടെ ഇന്നത്തെ പഞ്ചായത്ത്
അങ്ങനെ സ്റ്റേജിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് പായസം കുടിക്കാനാണ്. പായസമൊക്കെ കുടിച്ചിട്ട് നേരെ LKG ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ആളുടെ ക്ലാസ്. അങ്ങനെ ചെന്ന ഉടനെ ടീച്ചർ പിടിച്ച് ഒരു കസേരയിലിരുത്തി. ആളെന്തായാലും അവിടെ പോയി ഇരുന്നിട്ടുണ്ട്. വിചാരിച്ച വലിയ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. ആളെല്ലാവരുടെയും നല്ല കമ്പനി ആവുന്ന ഒരാളായതുകൊണ്ട് തൊട്ടടുത്തിരുന്ന കൊച്ചുമായിട്ടൊക്കെ നല്ല കമ്പനിയായി. കുറച്ച് കഴിഞ്ഞ് അച്ഛനോട് വന്ന് പറയുകയും ചെയ്തു, എൻ്റെ കൂട്ടുകാരി ചേച്ചിക്ക് ഞാൻ മറ്റേ സ്റ്റാർ കൊടുത്തെന്നൊക്കെ വന്ന് പറഞ്ഞു. പിന്നെ അച്ഛനോടൊക്കെ കുറേ രഹസ്യമൊക്കെ പറഞ്ഞു, എന്തൊക്കെയോ കുറേ രഹസ്യങ്ങളൊക്കെ പറഞ്ഞ് കളിച്ച് പോയി. പക്ഷെ ആൾ മാത്രമാണ് അവിടെ അടങ്ങി ഒന്നും ഇരിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആൾ നഴ്സറിയിൽ അങ്ങനെ ഇരുന്നിട്ടില്ലാത്തത് കൊണ്ട് ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം എല്ലാവരും ക്ലാസ്സിലൊക്കെ ഇരുന്ന് പരിചയപ്പെട്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. 12 മണി വരെ സ്കൂളിലുള്ളായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബാക്ക് ടു സ്കൂൾ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ